കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻപിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻപിരി മാറത്ത് പടരാൻ മോഹം കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻപിരി മാറത്ത് പടരാൻ മോഹം. Welcome to Zee Kerala Super Show. ശരിക്കും നമ്മുടെ സീ കേരളത്തിലെ സൂപ്പർ ഷോയില് ജഗദീഷ് ചേട്ടൻ വന്നു തുടങ്ങിയ ദിവസം മുതൽ ഇൻട്രോയില് പാട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? നിർബന്ധമായി പോയി. എനിക്ക് സന്തോഷം. അടിപൊളി ആരെങ്കിലും പാട്ട് പാടാൻ പറയാനായിട്ട് ഞാൻ കാത്തിരിക്കുക. ജഗദീഷ് ചേട്ടനും വെൽക്കം, നമിതയ്ക്കും വെൽക്കം, ആൻഡ് നമ്മുടെ സുരാജ് ചേട്ടനും വെൽക്കം. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് പാട്ടോട് പാട്ടാവട്ടെ കേട്ടോ. യെസ്. അപ്പൊ കിക്ക് സ്റ്റാർട്ടിന് മുമ്പ് ആ സൈക്കിൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ശരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യ ജഗദീഷ് ചേട്ടൻ സിനിമ സൈക്കിൾ എന്ന് പറയുമ്പോ ഭയങ്കര എന്താ പറയാ ഇടപിരിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പാടിയില്ലേ കസ്തൂരി എന്റെ കസ്തൂരി, അതില് എത്രയോ സമയം ഞാനാണ് സൈക്കിൾ യജ്ഞത്തിൽ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ എന്ന് പറയുന്നത് എന്റെ ലക്കി സിമ്പിളാ. ഞാൻ ചിരിച്ച് ഇടപാട് തീർന്ന ഒരു സിനിമയുണ്ട്. അതായത് അത് ആ സീക്വൻസ് കാണാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം ആ സിനിമ ഉണ്ട്. വന്ദനം സൈക്കിൾ ചവിട്ടി കത്തും ട്രോഫിയൊക്കെ വാങ്ങിയ ആളാ. പ്ലസ് ഒരു സിനിമയിലെ പോസ്റ്റ്മാൻ ആയിട്ട് ഇന്ന് കത്തില്ല എന്ന് മാത്രം പറയാൻ പറയുന്ന ഒരു പോസ്റ്റ്മാൻ ആയിട്ട് നന്മകൾ. അത് വനിതാ ഹോസ്റ്റലിൽ എഴുത്ത് കൊടുക്കാനാണ് ഈ പോസ്റ്റ്മാൻ കൂടുതൽ താല്പര്യം. അവിടെ ചെന്ന് പറയും എഴുത്തില്ല കേട്ടോ. അതെ. ഇതൊന്നും കൂടാണ്ട് ഹിറ്റ്ലർ ഉള്ള സംഗതി ഒന്ന് ചെയ്ത് കാണിച്ചാലോ? അല്ല, അതില് നമ്മള് മാധവൻകുട്ടിയെ കാണുമ്പോ ഹിപ്പിയോടുള്ള എന്റെ പ്രണയാഭ്യർത്ഥന മാധവൻകുട്ടി തിരിഞ്ഞു നോക്കുമ്പോ അല്ല, ഈ ആക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്തിട്ടുള്ള ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സിദ്ദിഖാണ് ഹിറ്റ്ലറിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ സിദ്ദിഖ് തന്നെ ആ ആക്ഷൻ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇംപ്രവൈസ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. ആക്ഷൻ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുന്നു എന്നുള്ളത് നാളെ എന്നുള്ളത് കാണിക്കുന്നു എന്ന് സിദ്ദിഖ് എഴുതി വെച്ചിരുന്നതാണ്. ഏകദേശം എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവും? ഇല്ല, ഇതൊന്നും ഈശ്വരാനുഗ്രഹം കൊണ്ട് അധികം ടേക്ക് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതില് ഹിറ്റ്ലറിനെ കണ്ടിട്ട് ഞാൻ സൈക്കിള് വെട്ടി ഒഴിച്ചിട്ട് വീഴുന്നുണ്ടല്ലോ, റിയൽ ആയിട്ട് വീണതാണ്. ഹിറ്റ്ലറിന്റെ ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ അത് കാണും. കണ്ടോക്കൂ. അതെന്താണെന്ന് വെച്ചിരുന്നാല് ഇന്നത്തെ സൈക്കിളിലുള്ള സംവിധാനമല്ല അന്നത്തെ സൈക്കിൾ. ഇന്നത്തെ സ്കൂട്ടറിലുള്ള സംവിധാനമല്ല. അന്ന് സ്കൂട്ടറിൽ ഒരു ഹാൻഡിൽ ലോക്ക് വരും, ഒരു ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലോക്ക് വരും. ഇത് കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ആ സംവിധാനം മാറ്റി. അത് ആ ചേട്ടൻ വാങ്ങിയ സ്കൂട്ടറിന്റെ കുഴപ്പമായിരിക്കും. എല്ലാ സ്കൂട്ടറിനും അങ്ങനെ അന്വേഷിച്ച് നോക്കിയോളൂ. ഇതേപോലെ ഹിറ്റ്ലറിലെ ആ സീനിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മാധവൻകുട്ടിയെ കണ്ടിട്ട് ചാടി പോകുന്ന നേരത്ത് അത് ലോക്ക് വീണു, ഞാൻ തെറിച്ചു താഴെ വീണു. പക്ഷെ ഭാഗ്യവശാൽ ആ ഷോട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഇന്നും എല്ലാവരും ചോദിക്കും അത് റിയൽ ആയിട്ട് വീണ, കാരണം ഇങ്ങനെ എടുത്തടിച്ച പോലെ വീണു. പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സൈക്കിളിൽ ഫുള്ളായിട്ടിരുന്ന് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു സിനിമ ക്യൂസ് ആണ്. ആർക്കെങ്കിലും പറയാമോ? അതിന് ഞാൻ പറയാം. കിട്ടി. മറ്റേ മീൻ കച്ചവടം. യെസ്, മീൻ കച്ചവടം. അഖിൽ കബലൂർ. അത് നാഷണൽ അവാർഡ് കിട്ടിയ പടം. പാട്ടുണ്ടോ? കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിലും ഇസത്തിന്റെ ഹിക്കുമത്തിൽ അല്ലാന മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, പുത്തൻ തലപ്പാവ് വെച്ചോരേ. സക്കാത്ത് നൽകാത്ത നിസ്കാര തഴപ്പിനെ പടച്ചോർ കാണൂല, നമ്മുടെ പടച്ചോർ കാണൂല. ജഗദീഷ് ചേട്ടന് സൈക്കിളാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു. ഒരർത്ഥത്തിൽ എനിക്കും സൈക്കിളാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം മിലിറ്ററി പോകണമെന്നായിരുന്നു അച്ഛൻ്റെയും വീട്ടുകാരുടെ എല്ലാം ആഗ്രഹം. പക്ഷെ 10ാം ക്ലാസ്സിൽ ഒരു സൈക്കിൾ വാങ്ങി സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞത് കാരണമാണ് പിന്നെ മിലിറ്ററി ഇതൊക്കെ വിട്ടിട്ട് നേരെ
സിനിമയിലേക്ക് വരാൻ പറ്റി. എൻ്റെ ഏറ്റവും ഹിറ്റ് സിനിമയായ മായാവി എന്ന സിനിമയിലെ ആദ്യത്തെ ഷോട്ടും സൈക്കിളിൽ നിന്നാണ്. സൈക്കിളിൽ ഇരുന്നിട്ടാണ് ഞാൻ മറ്റേ ഡോറും പിടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ സൈക്കിള് കുറെ ഉണ്ട്. ശരിക്കും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സൈക്കിൾ ഓട്ടി പോയിട്ട് സ്റ്റൈൽ കാണിച്ചതോ അടിച്ചു മാറ്റിയ എന്തെങ്കിലും ഒരു കഥയോ? മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇതാ ഈ ഇരിക്കുന്നത്. കൈയൊക്കെ നന്നായിട്ട് മടക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കൈ ഇത്രയും മടങ്ങും, ഇത്രയും നിവരും. സൈക്കിൾ ഓട്ടിട്ട് വീണതല്ല, ആരുടെയോ സൈക്കിൾ അടിച്ചു മാറ്റിയപ്പോ സംഭവിച്ചതാന്ന് ഞാൻ പറഞ്ഞ മുഖത്തൊരു കള്ളലക്ഷണം വരുന്നുണ്ട്. ഇല്ല, സത്യമാണ്. 10ാം ക്ലാസ് റിസൾട്ടൊക്കെ വന്ന സമയത്താണ് എനിക്കൊരു സൈക്കിൾ കിട്ടുന്നത്. സൈക്കിൾ കൊണ്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയി. രണ്ടാമത് അവനെ ഇരുത്തിയിട്ട് ചവിട്ടി കയറ്റിട്ട് വീണ്ടും ഒന്നുകൂടെ പോയ സമയത്ത് ബാക്കില് മറ്റേ പേർഷ്യൻ കയ്യില് അന്ന് പറയുന്ന പേർഷ്യൻ ലുങ്കി, അത് BSA സൈക്കിൾ അല്ല, ഇങ്ങനെ പോയി. അവൻ തിരിച്ച് പിടിച്ച് കയറിയതും എന്റെ ഹാൻഡിൽ കയറി ലോക്കായി തെറിച്ചു. ഹാൻഡിൽ ലോക്കായി. പ്രൊഫസർ ആ ഒരു പോയിന്റിന് വേണ്ടി നോക്കിയിരിക്കുന്നു. ഉള്ളിട്ടുള്ളിന്നൊരു സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമിതയെ കണ്ടപ്പോ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട് നമുക്ക്. നമ്മുടെ അമർ അക്ബറിലെ ആ പാട്ടുണ്ടല്ലോ, 4 വരി പാടി ചെയ്യുന്നത്. പാടാ നോക്കാം. അവിടെ ഒരു എളിമ നോക്കാം. നമിതയെ കാണുമ്പോ എനിക്ക് അങ്ങനെ പാടാൻ തോന്നിയില്ലെന്നൊക്കെ എന്നോട് ചോദിക്കാൻ പറഞ്ഞിരുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ. ഡയലോഗ് അടിക്കുന്നത് എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് നമിത. 50 പ്രാവശ്യം പാടി പഠിച്ചതാ. കണ്ടോ അവസരം തന്നപ്പോ പോകുന്നുണ്ടോ? ഒറ്റയടിക്ക് അവന് വൈഫിനെ ആക്കിയ. അവനാണ് ആദ്യം പറഞ്ഞിരുന്നത്. പെട്ടെന്ന് അല്ല സുരേട്ട വീട്ടിൽ പോണ്ടേ തിരിച്ച്. മഞ്ഞാടും മാമലത്താഴത്ത് നീയൊന്നു പാടടി പൂങ്കുയിലേ. പൊന്മാനെ പൂന്തേനെ നിന്നിത്തെന്നും മീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ. ഒരു വട്ടം നെയ്യിൽ തൊട്ടോട്ടെ, ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ. ഇവന് ഇഷ്ടം കൊണ്ട് പാടുന്നല്ല. ഇവൻ ഒരു വട്ടം തൊട്ടോട്ടെ, ഒരു വട്ടം കണ്ടോട്ടെ. അത് കഴിയും അവന്റെ പാട്ട് നിൽക്കും. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇത്രയും ദുഷ്മനസ് വെച്ചിട്ടാണല്ലേ എന്നോട് ഷാബി ഇന്ന ആ സൈഡിൽ നിന്നിരുന്നിട്ട് മഴവെല്ലിലെ ചന്തവും. ജഗദീഷേട്ടൻ പാടിയതല്ലേ? ജഗദീഷേട്ടന്റെ കൂടെ ഗസ്റ്റുകൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെങ്കിൽ അടുത്തത് സുരാജേട്ടൻ പാടണം. എനിക്ക് വേണ്ടി എന്റെ ജഗദീഷ് ഏട്ടൻ നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് പാടാം. അതിന്റെ ആക്ഷൻ സുരാജ് കാണിക്കും. അയ്യോ, നസീർ സാറിന്റെ പാട്ടാണ്. സ്വർഗത്തെക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സ്വർഗത്തെക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. സുരാജേട്ടൻ വളരെ നന്നായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നസീർ സാറിനെ കാണിക്കാൻ പറയാം അല്ലേ? ഇത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത്. അപ്പോ നമുക്ക് ഈ പെർഫോമൻസിന്റെ മാർക്ക് ആസ് യൂഷ്വൽ ജഗദീഷ് ചേട്ടന്റെ അടുത്ത് കമന്റ് മതി. പ്രേം നസീർ എന്ന അതുല്യ നടന്റെ ഭാവഹാവാദികൾ അതിമനോഹരമായി ആവിഷ്കരിച്ച് പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയങ്കരനായ സുരാജ് വെഞ്ഞാറമ്മൂട്. ചേട്ടാ ഇത്രയില്ല, ആ മാർക്കും കൂടെ പറഞ്ഞോളൂ. ഔട്ട് ഓഫ് 100. ഔട്ട് ഓഫ് 100. യാ. ഓ ടെൻഷനാ. 56 plus 34. Out of 100, 56 plus 34. അനു പറയും. 56 plus 34. 64. എത്ര? അനു പറഞ്ഞു 99. അനു പറഞ്ഞു 100. 56 plus 34 എത്ര? 99. അനു 100 വരെ എത്തി.
ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ ഓഡിയൻസിലേക്ക് പോവാണ്. 90% മാർക്സ് വാങ്ങി സുരാജ് വെഞ്ഞാറമ്മൂട്. വെരി ഗുഡ്, വെരി ഗുഡ്. അനു ശരിക്കും എന്താ പഠിച്ചിട്ടുള്ളേ? +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തു, BA സാൻസ്ക്രിറ്റ്. സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തില് എനിക്കറിയാവുന്നുള്ള ഇതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര. അനു എന്താ പറഞ്ഞത്? കച്ചിക്കാ. ചേട്ടനിപ്പോ പറഞ്ഞ എന്താന്ന് അനു പറയൂ. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ട് 10-20 വർഷമായി. ശരി, സംസ്കൃതമല്ലേ പഠിച്ചത്? ശരി, ഞാൻ പറയുന്നത് ഒന്ന് ഏറ്റുപാടിയാ മതി. പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതന്നുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതന്നുത്താള ഡും ഡും രവം. പാടൂ. അയ്യോ 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 എന്റെ അമ്മേ. ഇത് സുരാജേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച നമ്പറാ. എണീറ്റോ. അനു വീണ സ്ഥിതിക്ക് അടുത്തത് ബിനീഷ് ബാസ്റ്റൻ മാത്രമേ ഉള്ളൂ. ഈ പാട്ട് ഇത്രയും അക്ഷരസ്ഫുടതയോടുകൂടി എന്താ എന്റെ പാട്ട് മാത്രമേ ഞാൻ പാടുള്ളൂ. അല്ല, ഇതൊന്ന് ട്രൈ ചെയ്തു. നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതന്നുത്താളടും ഡും രവം നിത്യദൂതരി നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതൻ നിത്യദൂതരിൽ ഹക്ഷ്യമാർന്ന സുതിതൻ. പറ്റൂല. ഞങ്ങൾ നാട്ടുകാരെ കൊണ്ട് നല്ലത് മാത്രം പറയിപ്പിക്കാം എന്നുള്ളൊരു മോട്ടീവോട് കൂടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഇത് മാച്ച് കളഞ്ഞു. ഇതും ഇവിടെത്തിയോ? ഓക്കെ, ശരി. ഇങ്ങനെയാണെങ്കിൽ എന്തായാലും പാട്ട് പരിപാടി എന്ന് പറഞ്ഞു. നൈസായിട്ട് ഇവിടുന്ന് റൂട്ട് തിരിച്ച് അങ്ങോട്ട് വിട്ടു. റൂട്ട് തിരിച്ചു വിടരുത്. നമിത, പാട്ട് പാടാനോ? എന്റെ ഈ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് പാടുമെന്ന് ഞാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പഠിക്കാം. വിനീഷ് വരെ പാടുന്നു, പിന്നെയാണോ നമ്മതിക്കുന്നത്? ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചതാ, അത് തെറ്റിപ്പോയി. പിന്നെ ഇപ്പൊ 1 2 3 ഇത് കഴിഞ്ഞ അനുവിന്റെ പാട്ടുണ്ടായിരിക്കും. ബി പ്രിപ്പയർഡ്. മൂഡ് കളയരുത്. ഇല്ല, അയ്യോ അനു മൂട് പോയിന്ന്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമര തണലോരം കളിയാടാമീ കിളിമര തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാനില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഗംഭീരമായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. കാരണം എന്താ വെച്ചാല് ഗായിക അല്ലെന്ന് ആദ്യമേ പറഞ്ഞതിന് ശേഷം ഗായികയുടെ അടുത്ത് നിൽക്കുന്ന ലെവൽ പാടിയിട്ടുണ്ട്. അത് മതി. സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഈ മ്യൂസിക് സെഷൻ കോമഡിയിലേക്ക് കയറുന്ന മുമ്പ് ലാസ്റ്റ് 30 സെക്കൻഡ് ഞാനൊരു പാട്ട് പാടാൻ എന്റെ ലിപ്പ് മാത്രം സുരാജ് കൊടുക്കും. ഏത് പാട്ടെന്ന് ഞാൻ പറയും. ഓക്കെ. ഗംഗേ എനിക്ക് ബാക്കി ലിപ്പ് ചെയ്യണം, എനിക്ക് ബാക്കി ലിപ്പ് ചെയ്യണം. സുരാജേട്ടൻ്റെ ഒരു ആഗ്രഹം. അല്ല, എന്റെ ഒരു ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ലിപ്പ് ചെയ്യണം. അല്ലല്ല, ഒരു ഇത്രയും കൂടെ 10 സെക്കൻഡ് ഗംഗ പാടണം എന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു. അത് നടന്നു. അതല്ല